പ്രേക്ഷകരെ, ലോകം മുഴുവൻ തേടിക്കൊണ്ടിരുന്ന ഒരു 10-16 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടെത്തി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ആ ആളെക്കുറിച്ചുള്ള വാർത്ത നിങ്ങൾക്കും കൗതുകമുണ്ടാകും, നിങ്ങൾ അറിയേണ്ടതാണ്. അത് വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. ഒരു അജ്ഞാതനെക്കുറിച്ച് പറയുമ്പോൾ അജ്ഞാതനൊരു പ്രതിമയുണ്ട്. പ്രതിമ ഇരിക്കുന്നത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ ഗ്രാഫ്റ്റി സോഫ്റ്റ് പാർക്കിലാണ്. ആ പ്രതിമ വളരെ വിചിത്രമാണ്. ഒരു മുഖം മൂടിയില്ല, തല കവർ ചെയ്ത ഒരു മനുഷ്യൻ. അയാളുടെ മുഖം കണ്ണാടി പോലെ ഇരിക്കുന്നത്. ആ മുഖം അതിന് നേരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം അയാളുടെ മുഖത്ത് പ്രതിഫലിക്കും. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ഇയാളെ പോലെയാണ്. ഇയാളുടെ പേര് പറയുന്നുണ്ട്. ഇയാളുടെ പേര് സതോഷി നക്കാമോട്ടോ എന്നാണ്. അപ്പോൾ ഒരു ജാപ്പനീസ് പേരാണെന്ന് തോന്നുന്നു, പക്ഷേ ജപ്പാൻകാരനല്ല എന്ന് പറയുന്നു. ആരാണെന്നറിയില്ല, അയാളുടെ ഒരു ചിത്രമില്ല, അയാൾ എവിടെയാണെന്നറിയില്ല. പക്ഷേ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. 5 ലക്ഷം കോടി രൂപ അയാളുടെ പേരിലുണ്ട്. അത് ഒരു വാലറ്റിൽ അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഒരു നയ പൈസ ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല. ഈ മനുഷ്യനെ അന്വേഷിച്ച് ലോകം മുഴുവനുള്ള ആളുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് സതോഷി നക്കാമോട്ടോ? ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഒരുപാട് ആളുകളെയൊക്കെ വിശകലനം ചെയ്ത് ഈ സതോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ദുരൂഹ പശ്ചാത്തലമുള്ള മനുഷ്യനെ കണ്ടുപിടിച്ചു എന്നാണ്. അപ്പോൾ സതോഷി നക്കാമോട്ടോ ആരാണെന്ന് പറഞ്ഞാൽ, ആ പേര് നമ്മുടെ പ്രേക്ഷകരിൽ ചിലർക്ക് കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ മറ്റൊന്ന് പറഞ്ഞാൽ അറിയാം, ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഡിജിറ്റൽ കറൻസിയുടെ ഉപജ്ഞാതാവാണ്. ബിറ്റ്കോയിൻ വൈറ്റ് പേപ്പർ ഇയാൾ 2008 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ബിറ്റ്കോയിൻ ലോകത്ത് ആരംഭിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഉള്ളത് 1.1 ദശലക്ഷം ബിറ്റ്കോയിൻ ഇയാളുടെ പക്കലുണ്ട്. അപ്പോൾ ലോകത്തെ എമ്പാടുമുള്ള, ഇപ്പം നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനോടുള്ള പ്രത്യേക മമത കാണിക്കുന്നത് ക്രിപ്റ്റോ കറൻസി കാരണമാണ്. ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മണിയാണ്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റില്ല, പോക്കറ്റിൽ ഇടാൻ പറ്റില്ല. അത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ജി പേ പോലെ ബാങ്ക് ത്രൂ ഒന്നുമല്ല. നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിൽ ഒരു ബാങ്കിൻ്റെ സെർവർ ഡൗൺ ആണെങ്കിൽ പണം അയക്കാൻ പറ്റില്ല. പക്ഷേ ബിറ്റ്കോയിൻ അങ്ങനെയല്ല, എനിക്ക് സാറിന് നേരിട്ട് അയക്കാം. അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് ആരോ ആണ്. സതോഷി നക്കാമോട്ടോയെ പോലെയുള്ള ആളുകളാണ്, ഓർഗനൈസേഷൻസ്. അവരെ അറിയില്ല, അവർക്ക് മുഖമില്ല. അങ്ങനെയുള്ള ഈ സതോഷി നക്കാമോട്ടോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു വ്യക്തിയാണോ, ഒരു ഗ്രൂപ്പാണോ, ഒരു തുലികാനാമമാണോ, ഇങ്ങനെ വലിയൊരു ദുരൂഹതയുണ്ടായിരുന്നു. ആ ദുരൂഹതയാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുടെ പേര് പറയുന്നുണ്ട്. അതിനു മുമ്പ് സാർ നമുക്ക് ഈ ബിറ്റ്കോയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. ബിറ്റ്കോയിൻ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻക്രിപ്റ്റഡ് മെസ്സേജുകളാണ് നമ്മൾ വാട്സാപ്പിലേക്ക്. ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, ഈ ഇവാഞ്ചലിസ്റ്റുകൾ. അതായത് പുറമേ നാരായണൻ എന്നുള്ള പേരുണ്ടാവും, വീട്ടിലിരിക്കുന്നത് മത്തായി എന്നായിരിക്കും. അതാണ് ക്രിപ്റ്റോ. അപ്പോൾ അതുപോലെ ആ ക്രിപ്റ്റോ ആണോ ഇതെന്നറിയില്ല. ഇതിനകത്ത് എൻക്രിപ്റ്റഡ് ആണ്. അതിനകത്ത് ചില ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ചില മാത്തമാറ്റിക്കൽ കോഡുകളാണ്. ആ കോഡുകൾ വഴിയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൈസ നമുക്ക്, അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ കുറയും. വേണമെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷരായി പോകാൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത പണം പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്തിട്ടില്ല. ഇവിടെ ക്രിപ്റ്റോ കറൻസി വഴി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലെയുള്ള കറൻസികൾ വഴി പണം വന്നാൽ അതിന് 30% ടാക്സും 1% TDS ഒക്കെ ഉണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിറ്റ്കോയിനാണ്. പിന്നെ എത്തീരിയം ഉണ്ട്, സൊലാനയുണ്ട്, ബൈൻസ് കോയിനുണ്ട്, ഡോഗ് കോയിനുണ്ട്. ഇതിൻ്റെയൊക്കെ വില ഞാൻ നോക്കി. BTC, അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നതിന് 65,86,271 രൂപയാണ് ഒരു ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ വില. അപ്പോൾ ഇത് അത്തരം 1.1 ദശലക്ഷം ഉണ്ട് ഈ മുഖമില്ലാത്ത, ആരാണെന്നറിഞ്ഞുകൂടാത്ത സതോഷി നക്കാമോട്ടോയുടെ കയ്യിൽ. അപ്പോൾ ചിലർക്ക്, ഞാനിങ്ങനെ ആലോചിച്ചു, ചിലപ്പോൾ ഈ സതോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ആൾ നമ്മുടെ ട്രംപ് തന്നെയാണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ട്രംപിന് ആവാൻ വഴിയില്ല, കാരണം അതിന് വേണ്ടിയുള്ള ബുദ്ധി, അത്രയ്ക്കുള്ള ബുദ്ധി ട്രംപിനുണ്ടോ? അപ്പോൾ BTCക്ക് ബിറ്റ്കോയിന് 65,86,271 രൂപയാണ് ഇന്നത്തെ വില. എത്തീരിയം എന്ന് പറയുന്ന ഒരു ബിറ്റ്കോയിനുണ്ട്. ആ ബിറ്റ്കോയിന് ETH 2,26,032 രൂപ വില. ബിനാൻസ് കോയിൻ BNB
അതിന് 55,708 രൂപയാണ് ഇന്നത്തെ വില. സൊളാനയ്ക്ക് 77,918 രൂപ വില. റിപ്പിളിന് ഏറ്റവും വില കുറഞ്ഞ ക്രിപ്റ്റോ കറൻസികളാണ് റിപ്പിൾ 129. ഡോഗ് കോയിന് 8.93 രൂപയാണ്. അപ്പോൾ ഈ പണമൊക്കെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാരാണ് എന്ന് ലോകം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളിത് ക്രിയേറ്റ് ചെയ്തു, ഇതിനെക്കുറിച്ച് വൈറ്റ് പേപ്പർ ഉണ്ടാക്കി. ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസികളിലെ ഏറ്റവും പ്രശസ്തമായ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ ഉണ്ടാക്കിയിട്ട് ഈ അജ്ഞാത നാമകർത്താവ് അന്തർദാനം ചെയ്തു. 2010 ശേഷം ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇയാളുടെ വാലറ്റിൽ നേരത്തെ പറഞ്ഞ 5 ലക്ഷം കോടി രൂപ ഒരു പൈസ പോലും വിഡ്രോ ചെയ്യാതെ അവിടെ കിടപ്പുണ്ട്. ഈ ബിറ്റ്കോയിൻ്റെ വേറൊരു സവിശേഷത അവർ പറഞ്ഞിട്ടുണ്ട്, 2.1 crore 2.1 കോടി ബിറ്റ്കോയിനുകളെ ലോകത്തുണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ബിറ്റ്കോയിനുകൾ ഉണ്ടാക്കുന്ന വലിയ ഒരു സാങ്കേതികമായ മാത്തമാറ്റിക്കൽ പ്രോസസ്സാണ്, കമ്പ്യൂട്ടറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിന് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്വർണം പോലെ സ്വർണത്തിന് വില കൂടാൻ സ്വർണം റയർ ആയിട്ടുള്ള ഒരു മൂലകമായതുകൊണ്ടാണ് എന്ന് പറയുന്ന പോലെ ഇത് റയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്കോയിൻ 2.1 crore ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ബിറ്റ്കോയിനെ സംബന്ധിച്ച് ഇപ്പോഴും പലർക്കും സംശയമുണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ. കാരണം ഇതിൻ്റെ ഉപജ്ഞാതാവ് തന്നെ അജ്ഞാതനാണല്ലോ, പേര് മാത്രമേ ഉള്ളൂ, ഇയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട് ക്രിപ്റ്റോ തലസ്ഥാനമായി പാകിസ്ഥാനെ മാറ്റുന്നു. ട്രംപിന് താല്പര്യം, ട്രംപിൻ്റെ മരുമകൻ കുഷ്ണറും അടക്കമുള്ളവർക്ക് പാകിസ്ഥാനിലുള്ള അസിം മുനീറുമായിട്ടുള്ള താല്പര്യം അവരുടെ ക്രിപ്റ്റോ താല്പര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. ജിയോ പൊളിറ്റിക്സിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ബാങ്ക് വഴിയല്ലാതെ സർക്കാരിന് നിയന്ത്രണം ഇല്ലാത്ത പണമാണ്. കാരണം സുനിൽ, ഒരു കാര്യം ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം സുനിലിന് അറിയാലോ, കഴിഞ്ഞ ദിവസം ജ്യോതിർഘോഷും ഞാനും കൂടി ഒരു ഈ ഗൾഫ് ഇറാൻ അമേരിക്ക വാറിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ചർച്ച ചെയ്തു. അപ്പോൾ ജ്യോതിർഘോഷ് പറഞ്ഞത് ഈ യുദ്ധം ഒരു ബെറ്റ് വയ്പ്പിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടായതാണ് എന്ന് ലോകത്ത് എല്ലാവർക്കും സംശയമുണ്ട്. അത് ക്രിപ്റ്റോ കറൻസിയിലാണ് അത്ര ആ ബെറ്റ് വെച്ചിരിക്കുന്നത്. എപ്പോൾ തുടങ്ങും യുദ്ധം, ഇറാനും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം എപ്പോൾ അവസാനിക്കും, എത്ര തരം മിസൈലുകളാണ് ലോഞ്ച് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, വാതുവയ്പ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകത്തെ ബിഹൈൻഡ് ദ കർട്ടൻ ആരൊക്കെയോ ലോകം നിയന്ത്രിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ ലോകത്തിലെ എല്ലാ റിസർവ് ഫെഡറൽ ബാങ്കുകളെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ക്രിപ്റ്റോ വരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ അമേരിക്കയിലാണ് ഫെഡറൽ ബാങ്കാണ് ഈ അമേരിക്കൻ ഡോളർ പ്രിൻ്റ് ചെയ്യുന്നത്, ഇന്ത്യയിലെ റിസർവ് ബാങ്കാണ്. ഓരോ രാജ്യത്തും അങ്ങനെയുള്ള അവരുടെ നാഷണൽ ബാങ്കുകളാണ് പണം, കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. അത് ആ രാജ്യത്തെ പണം മറ്റൊരു രാജ്യത്ത് മാറിയെടുക്കാൻ പരിമിതികളുണ്ട്. പക്ഷെ ക്രിപ്റ്റോ അങ്ങനെയല്ല, ബിറ്റ്കോയിൻ അങ്ങനെയല്ല. ഗവൺമെൻറ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, കുറേ ആളുകൾ ഉണ്ടാക്കുന്നു, അത് കുറേ കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ കോഡുകളാണ്, ആ കോഡുകൾ വെച്ചിട്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. പണം തന്നെ ഒരു കമ്പ്യൂട്ടർ കോഡാണ്. അത് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ, അപ്പോൾ രാജ്യങ്ങളുടെ ഒരു സോവറിൻ പവറാണ് ഫിനാൻസ് അല്ലെങ്കിൽ ധനകാര്യം എന്ന്, അതിനെ അട്ടിമറിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ ഒറ്റ നാണയം, ആ നാണയം ഉണ്ടാക്കുന്നത് അത് ബിറ്റ്കോയിനാണ്, ക്രിപ്റ്റോ കറൻസിയാണ്. അതിനെ നിയന്ത്രിക്കുന്ന അജ്ഞാതരായ കുറേ ആളുകളാണ്. ആ സംഘത്തിൻ്റെ തലവനാണ് ഈ പറയുന്ന സതോഷി നകാമോട്ടോ. അയാൾക്ക് വേണ്ടി അവിടെ ഈ ക്രിപ്റ്റോയിൻ ഉപയോഗിക്കുന്നവരായിരിക്കണം ബുഡാപെസ്റ്റിൽ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ പ്രതിമ വളരെ വിചിത്രമാണ്. ആളുടെ തലയും രൂപമുണ്ട്, അർദ്ധകായ പ്രതിമയാണ്, പക്ഷെ മുഖം കണ്ണാടി പോലെ ഇരിക്കും. എന്നിട്ട് അതാണ് നിങ്ങൾ ഓരോരുത്തർ. അപ്പോൾ ആരാണ് നകാമോട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നോക്കിയാൽ പറയും നിങ്ങളുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രദർശിച്ചു പോലെ. ഏതായാലും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഒരുപാട് ആളുകളുടെ പേരിൽ നടന്ന പഠനങ്ങളെടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ ആൾ ഉപയോഗിക്കുന്ന സതോഷി നകാമോട്ടോ എന്ന് പറയുന്ന ആൾ 2010 പെട്ടെന്ന് വാനിഷായിപ്പോയി, അപ്രത്യക്ഷനായിപ്പോയി. അതിനുശേഷം അദ്ദേഹത്തെ അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് നോക്കി. അദ്ദേഹം ഈ ജപ്പാൻകാരനാണ് എന്ന് കരുതിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ UK സ്റ്റൈൽ ഇംഗ്ലീഷാണ്. അതുകൊണ്ടൊരു ബ്രിട്ടീഷുകാരനോ അമേരിക്കക്കാരനോ ആയിരിക്കാം എന്നായിരുന്നു നിഗമനം. പേര് കേൾക്കുമ്പോൾ ജപ്പാൻകാരൻ്റെ പേരെടുത്തു. രണ്ടാമത്തത് അദ്ദേഹം ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഡബിൾ സ്പേസ് അടിച്ചിട്ട് അടുത്ത വാചകം തുടങ്ങും.
ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് ഈ സതോഷി നകാമോട്ടോയുടെ രീതികൾ, മാനറിസങ്ങൾ. ഉം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ക്രിപ്റ്റോ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഇവരിങ്ങനെ പഠിച്ച് നേരത്തെ ആദ്യമേ ഒരു പീറ്റർ ടോഡ് എന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ള ധാരണയിലെത്തി. അതിന് കാരണം പറയുന്നത് ഈ ബിറ്റ്കോയിൻ്റെ ഒരു വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ സതോഷി നകാമോട്ടോയും പീറ്റർ ടോഡും ഒരേ സദാഷി നകാമോട്ടോ ഒരു കമൻ്റ് ഇട്ടു, അതിന് പീറ്റർ ടോഡിന് മറുപടി ഇട്ടു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് അപ്രത്യക്ഷരായി. പിന്നീട് വന്നൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് സതോഷി നകാമോട്ടോയുടെ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്ന പീറ്റർ ടോഡാണ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. പക്ഷേ പീറ്റർ ടോഡിനെ കുറിച്ചും ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. പീറ്റർ ടോഡും 2010 ശേഷം സതോഷിയും നകാമോട്ടോയെ പോലെ വാനിഷ്ഡായിപ്പോയി. പക്ഷേ ന്യൂയോർക്ക് ടൈംസ് നേരത്തെ പറയുന്ന മാനറിസങ്ങൾ പരിശോധിച്ചിട്ട് ഇപ്പോൾ പറയുന്നത് ആഡം ബാക്ക് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഒരു ക്രിപ്റ്റോ കറൻസി ഡീലർ എന്ന് പറയാമെന്ന് എനിക്ക് ക്രിപ്റ്റോ കറൻസി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഈ സതോഷി നകാമോട്ടോ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് അറിയില്ല. ഒന്നും പറയുന്നില്ല. ഈ സതോഷി നകാമോട്ടോയുടെ ഒരു ട്വീറ്റും വന്നിട്ടുണ്ട്. നക്കാമോട്ടോയല്ല, മറ്റേ ഈ അമേരിക്കക്കാരൻ ന്യൂയോർക്ക് ടൈംസ് കണ്ടുപിടിച്ച വ്യക്തിയില്ലേ, സുനിൽ പറഞ്ഞില്ലേ, ആഡം ബാക്കിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൻ്റെ ആർട്ടിക്കിളിലും എനിക്ക് ലഭ്യമായ ഏറ്റവും ലേറ്റസ്റ്റ് ആർട്ടിക്കിളിലും ഒരുപാട് വിവരങ്ങളില്ല. മാത്രമല്ല അവരൊരു ട്വീറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ആഡം ബാക്ക് പറയുന്നു ഞാനെങ്ങുമല്ല സതോഷി നകാമോട്ടോ, അത് വ്യാജ പ്രചാരണമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം പോലും ഒരു ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അങ്ങനെ ലോകത്തെ ഈ നിയന്ത്രിക്കുന്ന സതോഷി നകാമോട്ടോ ആരാണ്? ഒരു സംഘമാണോ? അതാണ് ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ എന്നൊക്കെയുള്ള ഒരു വലിയ ദുരൂഹത. കോൺസ്പിറസി തിയറികളൊക്കെ ലോകത്തുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ദുരൂഹതയാണ്. ഏതായാലും ന്യൂയോർക്ക് ടൈംസ് ആഡം ബാക്കിൻ്റെ ചിത്രം സഹിതമാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചിത്രം വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ അയാൾ പറയണ ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സാർ ഒരു പുതിയ കറൻസി, ലോകവ്യാപകമായ ഒരു കറൻസി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉപജ്ഞാതാവ് ഒരു പണം പോലും അയാളുടെ വാലറ്റിൽ ഈ 5 ലക്ഷം കോടി രൂപ ഉണ്ട് താനും ക്രിപ്റ്റോ വഴി ഉണ്ടാക്കിയത്, എന്നിട്ട് അയാളങ്ങ് അപ്രത്യക്ഷനായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതൊരു വളരെ എന്താ പറയുക, കൗതുകരവും അതുപോലെ ആശങ്ക സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മുടെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് തന്നെ സുനിൽ പറഞ്ഞില്ല, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഉദ്ദേശം എന്താ? ആരാണ് ഡീപ് സ്റ്റേറ്റ്? ആരാണെന്ന് കൂടി പറയാൻ പറ്റില്ല. ഒന്നോ രണ്ടോ പേരിൽ നമുക്ക് പറയാവുന്നത് ജോർജ് സോറോസ് അല്ല മകനും എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അതൊന്നും അല്ല, അതിൽ വേറെ ആരൊക്കെയോ ഇൻവോൾവ് ആണ് ഡീപ് സ്റ്റേറ്റിനകത്ത്. ജോർജ് സോറോസ് ഉണ്ടാവും, ജോർജ് സോറോസിൻ്റെ മകനുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ചെറിയ കണ്ണികളാവാൻ വഴിയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരുപാട് ഇല്യൂമിനാറ്റി ഇതൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ. ഇപ്പോൾ പണ്ടൊരു ഫിനോമിനൻ ഉണ്ടായിരുന്നല്ലോ, ബെർമുഡ ട്രയാങ്കിൾ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു അൺറിസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് ഇങ്ങനെ തുടരുകയാണ്. അതിലൊന്നും ശാസ്ത്രീയമായി അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് പക്ഷേ സക്സസ് ആയിട്ട് ആരെങ്കിലും അവിടെ പോയി ഗവേഷണം നടത്തി അതിൻ്റെ റിസൾട്ടുമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്നേവരെ ആർക്കും പോകാൻ ആൾക്കാർക്ക് പേടിയാണ്. പണ്ടല്ലേ പിന്നെ യൂറി ഗഗാറിന് സ്പേസിൽ വിട്ട പോലെ ആരെങ്കിലും പറഞ്ഞു വിടണം ട്രയാങ്കിളിൽ പോയിട്ട് പോകാതെ. അതൊക്കെ വലിയ ദുരൂഹമായ കഥയല്ലേ. ഇപ്പോൾ പണ്ടൊരു അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് കടലിലേക്ക് പോയി. അറ്റ്ലാന്റിസിൽ നിന്നുള്ള എന്തോ റേഡിയേഷൻസോ വേവ്സോ ഏലിയൻസിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടാണ് ഈ ബർമുഡ ട്രയാങ്കിളിലേക്ക് വിമാനങ്ങളെ വലിച്ചു താഴ്ത്തുന്നത്, കപ്പലുകളെ മുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിയറികളുണ്ട്. പക്ഷേ ഇത് ഒരു എന്താ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മളെ ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നം കൂടിയാണിത്. കാരണം പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം നടന്നപ്പോഴത്തേക്കും ഇവിടെ ഹോട്ടലുകളിൽ ഭക്ഷണം കിട്ടാണ്ടായി, എത്രയോ ഹോട്ടലുകൾ അടച്ചു പൂട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ജംഗ്ഷനിലെ പെട്ടിക്കട പോലും അടച്ചു. അതെ, നമ്മൾ പരിപ്പുവട വാങ്ങുന്ന കടയില്ലായിരുന്നു, അതിൽ ഒന്നാമത്തെ പരിപ്പുവട അതും പൂട്ടിയത്. ഇപ്പോൾ തുറന്നു കേട്ടോ. നമ്മുടെ സർക്കാർ ചോട്ടു എന്ന് പറയുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ എന്നാലും ഇത് നമ്മളിത് ഇത് വിവരിക്കുന്നുണ്ടെങ്കിലും കൂടി ഇതൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒന്നും വേണ്ട, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് പൊടിച്ചു കളയുന്ന പൈസ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു രഹസ്യം പറയാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫണ്ട് എത്തണം, ബൂത്തുകളിൽ വരെ ഫണ്ട് എത്തിയാലേ പ്രവർത്തനം നടക്കുള്ളൂ. ബൂത്തുകളിലൊക്കെ അപ്പോൾ അതിന് പണം പോകുന്ന, എന്നോടൊരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞാണ്, ഈ പണം പോകുന്നത് ബണ്ടിലുകളായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ബണ്ടിൽ പോയാൽ അത് എണ്ണി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 200-500 കുറവുണ്ടാവും.
അപ്പോൾ 200-500 കുറവുണ്ടായാൽ ഇയാൾക്ക് പരാതിയില്ല. കാരണം അറിയോ, അപ്പോൾ ഉടനെ ഇയാൾ പറയും 2 പേരിലൂടെ മറിഞ്ഞാണ് വന്നത്. അപ്പോൾ കൊണ്ടുവന്നവനൊക്കെ അതിൽ നിന്ന് 2 ഊരും. ഓരോ ഇത് കൈമാറിയോ ഈ ഹവാല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഏത് പക്ഷമാണെങ്കിലും പണം എത്തിക്കുന്നത് അക്കൗണ്ട് ത്രൂ ഒന്നുമല്ല. എല്ലാവർക്കും അറിയാം. അക്കൗണ്ട് ത്രൂ ഉള്ളതിൻ്റെ എത്രയോ മടങ്ങാണ് ഇലക്ഷന് പൊടിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മണി വരുന്നുണ്ട്, അത് വേറെ ചാനലിലാണ് വരുന്നത്. ഹവാലയൊക്കെ ആയിട്ട് കാരിയർമാർ വഴിയാണ് ഈ പണം പോകുന്നത്. അതിനകത്ത് എത്ര നോട്ട് കുറവുണ്ടെന്ന് പറഞ്ഞാൽ അറിയാം, അത്ര ആൾ കൈമറിഞ്ഞാണ് വരുന്നത്. ഈ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഡീലിങ്സ് പ്രസിദ്ധമാണല്ലോ. ഇപ്പോൾ DMK ഭരണകൂടത്തിൽ ഭരണത്തിന് കീഴിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ അയാളുടെ കാർ ഹോണ്ട കാറോ ടയോട്ട കാറോ എന്തൊക്കെയാണ് ഓഫീസ് കാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീട്ടിൽ അയാൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ചാക്ക് എടുത്തു വെച്ചു വീട്ടിലേക്ക്. അപ്പോൾ അയാളുടെ ഭാര്യ ചോദിച്ചു, ചാക്കിനകത്ത് എന്താണെന്ന് വെച്ചു. പറഞ്ഞത് മാമ്പഴമാണ്. അയ്യോ, എന്നാൽ പിന്നെ നമുക്കും കുറച്ച് എടുക്കാൻ പാടില്ല. ഇല്ലല്ല, ഇതൊക്കെ അമേച്ചറുടെ വീട്ടിലേക്ക് കൊടുക്കേണ്ട മാമ്പഴം, അവർക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ മാമ്പഴം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? 500-ന്റെ 1000-ന്റെ കെട്ടുകളാണ്, നോട്ട് കെട്ടുകളാണ്, 2 വലിയ ചാക്കുകൾ. ഇത് അമേച്ചർക്ക് മന്ത്രിക്ക് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ കൊണ്ടോ അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റൊക്കെ നോക്കിയിരിക്കുമ്പോഴും കൂടി ഇങ്ങനെയുള്ള പൈസ, ഇങ്ങനെയുള്ള അനധികൃതമായ രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അല്ല, തെരഞ്ഞെടുപ്പുകൾക്ക് അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് 2029 ആകുമ്പോൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാം ഒന്നിച്ച് രാജ്യത്തെല്ലാം ഒരുമിച്ചാകുമ്പോഴത്തേക്ക് ഇത്തരം പണത്തിൻ്റെ ഒഴുക്ക്, സർക്കാരിൻ്റെ ചിലവും ഒരുപാട് കുറഞ്ഞിരിക്കും. തെരഞ്ഞെടുപ്പ് നടത്താൻ എത്ര കോടി രൂപയാണ് കേരളത്തിൽ? ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിയുമ്പോൾ നിയമസഭ, അത് കഴിയുമ്പോൾ ലോക്സഭ, അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഞ്ചായത്ത് വരും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സർക്കാർ സംവിധാനങ്ങളാകെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. അതെ തീർച്ചയായും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊരു കൗതുകമുള്ള വാർത്തയാണ്. ഇത് നമ്മുടെ സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാർക്ക് ബിറ്റ്കോയിനെ കുറിച്ച് അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ അവർ പഠിക്കേണ്ടതാണ്. അതായത് രാജ്യമില്ലാതെ, രാജ്യത്തെ റിസർവ് ബാങ്കുകളല്ലാതെ അജ്ഞാതരായ ചില ആളുകൾ, എവിടെയോ ഇരുന്ന് മുഖം പോലും ഇല്ലാത്ത ചില ആളുകൾ, ആരാണെന്ന് പോലും അറിയാത്ത ചില ആളുകൾ ഉണ്ടാക്കി വിടുന്നതാണ് ബിറ്റ്കോയിൻ. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത്, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നത്, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതൊക്കെ ഇത്തരം അജ്ഞാത മുഖമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇത് വല്ലാത്ത ദുരൂഹമാണ്. ഏതായാലും സതോഷി നകാമോട്ടോ വെളിവായി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. നമുക്കെന്തായാലും പക്ഷേ ആ ആൾ പറയുന്നത് ഞാനല്ലാത്തത്. അപ്പോൾ പിന്നെ ആരാണെന്നുള്ള ചോദ്യം പിന്നെയും ബാക്കിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് തെരഞ്ഞെടുപ്പിനിടയ്ക്ക് നമ്മൾ ഈ അജ്ഞാതനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ അജ്ഞാതൻ പാകിസ്ഥാനിലൊക്കെ പോയിട്ട് ഇന്ത്യയുടെ ശത്രുക്കളെ കൊല്ലുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന അതിശക്തമായ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ തലവൻ, മുഖമില്ല, മുഖം മൂടിയില്ലെങ്കിലും മുഖമില്ല, പേരുണ്ട്, പേര് വ്യാജമാണ്, ആളാരാണെന്നറിയില്ല. കഴിഞ്ഞ 16 വർഷമായിട്ട് അദ്ദേഹം എവിടെയാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ബാലറ്റിൽ 5 ലക്ഷം കോടി രൂപ ഒരു പൈസ പോലും പിൻവലിക്കാതെയുണ്ട്. ഇതൊരു വാർത്തയാണ്, അത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതാണ് ഞങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷെ ഇന്ത്യ ലൈവ് ആയിരിക്കും ഈ വാർത്ത നിങ്ങളോട് ആദ്യമായി പറയുന്നത്. ഇത്തരം വാർത്തകളും ഈ രാഷ്ട്രീയത്തിനിടയ്ക്ക് നമ്മൾ കൊണ്ടുവരും. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ മറന്നുപോയ ആളുകൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. കുമാർ ചെല്ലപ്പൻ സാറൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വെഡിങ് തീം പോലെ നിൽപ്പുണ്ട്. നമ്മുടെ പുതിയ ചാനൽ C4N മലയാളം, അത് പ്രേക്ഷകർക്കറിയാം. അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.